ഓക്കെ, നമുക്ക് ഒരു സെലിബ്രിറ്റിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശശിയേട്ടൻ നമ്മുടെ റെക്കോർഡ് ഹോൾഡർ ആണ്. ഇന്നലെ വളരെ വലിയൊരു സസ്പെൻസ് ആണ് പൊട്ടിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്. എന്തായാലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഇദ്ദേഹത്തെ കിട്ടിയത്. എന്തെങ്കിലും മാജിക് ഉണ്ടോ? മാജിക് നമുക്ക് ചെയ്യാം, ചെയ്യണല്ലോ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഞാൻ അത് ചോദിക്കാൻ വരട്ടെ. നമ്മുടെ ഇപ്പൊ ഒരു അംഗീകാരത്തിന്റെ നിറവിലാണ്, എന്ത് തോന്നുന്നു? കാരണം എന്തായാലും ഈ പൂപ്പിലിയിൽ വേദിയിൽ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും. കാരണം ഇന്നലെ പ്രസ് മീറ്റിംഗ് നടത്തി, അപ്പോൾ എല്ലാവരും നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് ഈ വേൾഡ് റെക്കോർഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞങ്ങളെ വയനാട്ടുകാർക്കും തീർച്ചയായിട്ടും ഒരു അഭിമാനമാണ് ശശി. ഇതിനു മുമ്പ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 2019 അപ്പൊ എന്തായാലും 2020 പുതുവർഷത്തിൽ സന്തോഷം. അതെ, തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വലിയൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടായിരുന്നു ഇതൊരു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് വയനാട്ടുകാർക്കും അഭിമാനിക്കാൻ ഒരാളാണ് ശശിയേട്ടൻ. അപ്പൊ ശശിയേട്ടൻ എന്തെങ്കിലും മാജിക് ഉണ്ടോ കയ്യില്? മാജിക് നമുക്ക് കുറച്ച് ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ശശിയേട്ടനെ നമ്മുടെ ഫാമിലി ഉണ്ട്, നമുക്ക് ഫാമിലിനെ പരിചയപ്പെടുന്നത് എപ്പോഴും നമ്മൾ കാണുന്ന ആളാണ് ശശിയേട്ടൻ. ഫാമിലിനെ നമുക്ക് അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. ഷീജ, ശ്യാമിലി, ശരണ്യ. രണ്ടുപേരും എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം. ഞാൻ IT ഫീൽഡ്. മാജിക് ഒക്കെ അറിയോ? എല്ലാവർക്കും ഫാമിലി ഷോ തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ പൂപ്പലിക്ക് എന്തായാലും എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ടല്ലേ? എല്ലാ വർഷവും. പിന്നെ നമ്മള് മിക്കവാറും ദിവസങ്ങൾ വരാൻ ശ്രമിക്കാറുണ്ട് പൂപ്പലിക്ക്. നമ്മുടെ ഇത്തവണത്തെ പൂപ്പലി എങ്ങനെയുണ്ട്? ഗംഭീരമായിരുന്നു. ഇപ്പൊ കയറിയിട്ടുള്ളൂ എങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം ഇപ്പൊ വന്നു, 3 ദിവസം വന്നു ഇവിടെ. നമുക്ക് പാസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് അങ്ങനെ വരും നമ്മള് എന്തായാലും. അതെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും നാട്ടില് തന്നെ വലിയൊരു പരിപാടിയാണ്. അത് മാത്രമല്ല, സ്റ്റേജിൽ നടക്കുന്ന കലാപരിപാടികൾ നമ്മുടെ സുഹൃത്തുക്കളെ ഒരുപാട് പേര്, ഗാനമേളയായാലും മറ്റുള്ള എല്ലാ രീതിയിലും. അപ്പോൾ നമ്മളെപ്പോഴും സാന്നിധ്യമുണ്ട്. ശശിയേട്ടൻ്റെ ഒരു മാജിക് ഷോ ഇവിടെ വെക്കേണ്ടതാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ളവർക്കും ചാൻസ് വേണ്ടേ നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. മാജിക് നമുക്ക് കാണാം തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഒരു ചാനലിന്റെ ഒരു ഭാഗം കൂടിയാണ് ശശിയേട്ടൻ. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പോ പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടരുക. അപ്പൊ ഞങ്ങളും നീങ്ങാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അപ്രതീക്ഷിതമായി ശശിയേട്ടനെയും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു കേട്ടോ. ഏറെ സന്തോഷം. നമ്മുടെ ഒരു അഭിമാനം, വയനാടിൻ്റെ ഒരു അഭിമാനമായ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരുപാട് വർഷങ്ങളോളമായി ഈ ഒരു മാജിക് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ. ഏറെ സന്തോഷമുള്ള, നമുക്കൊരു ഏറെ അഭിമാനിക്കാൻ, ഞാൻ പറയുന്നത് നമുക്ക് വയനാട്ടുകാർക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നൊരു താരം കൂടിയാണ് അദ്ദേഹം. നമുക്ക് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു തത്സമയ പരിപാടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ പൂപ്പലി നഗരിയിലെ കാഴ്ചകളും വിശേഷങ്ങളും തുടരുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ശശിയേട്ടൻ്റെ മാജിക് ഉണ്ടാവുന്നു. അപ്പോൾ ശശിയേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനു മുമ്പ് ശശിയേട്ടൻ നമുക്ക് നമ്മുടെ വേൾഡ് റെക്കോർഡൊക്കെ ഒന്ന് കാണിക്കണ്ടേ എല്ലാ പ്രേക്ഷകരെയും? രാവിലെ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ റെക്കോർഡ് ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്കാണ് മക്കൾ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏതായാലും പൂപ്പലി കാണിച്ച് കൊണ്ടുപോകാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കയറിയതുകൊണ്ട് നിങ്ങളെ കണ്ടു. തീർച്ചയായിട്ടും അതും ഇവിടെ ഒന്ന് കാണിക്കാം. നമ്മുടെ പ്രേക്ഷകർക്കും എന്തായാലും വളരെ ഭാഗ്യമുണ്ടെന്ന്. കുറച്ച് പൂപ്പലിയിൽ ഒരു മാജിക്കും കൂടി ആസ്വദിക്കാം. തീർച്ചയായിട്ടും ഒരു മാജിക് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് കുട്ടികൾ കാണുമ്പോൾ ഒരു ആവേശമാണ്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ റെക്കോർഡ് ഒന്ന് കാണണ്ടേ? ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡ്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു മെഡലുണ്ട്. ഓക്കെ, അപ്പൊ ഏറെ നാളത്തെ ഒരു പ്രയത്നത്തിന്റെ 2019 നമുക്ക് ഒരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്. അതാണ് ഇത് 2019. പുരസ്കാരങ്ങളുടെ ഒപ്പമാണ് ഇപ്പൊ സഞ്ചാരം. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ നേടാൻ. ഇന്റർനാഷണൽ ലെവലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്.
അതൊക്കെ നമ്മുടെ വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കുറെ കാര്യങ്ങൾ. അതെ, നമുക്ക് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം, നമ്മുടെ ഓരോ ടൈമിലും ശശിയേട്ടൻ്റെ ഓരോ വാർത്തകളൊക്കെ കുറെ ലഹരി ബോധവൽക്കരണ മാജിക്കുകൾ, അതൊക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ വാർത്തയിലൂടെയൊക്കെ കാണാറുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് മാജിക് തുടങ്ങിയാലോ? ഒരു ചെറിയൊരു മാജിക് ആണെങ്കിൽ കുട്ടികളൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ആ മാജിക്കിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടമാണല്ലേ? നിങ്ങൾ എവിടെന്നാ വരുന്ന? കണ്ണൂർ. വെരി ഗുഡ്. നിങ്ങൾക്ക് ചെറിയൊരു മാജിക് കാണിക്കാം. കാരണം ഞാൻ വയനാട്ടിലെ ഒരു മജീഷ്യനാണ്. എൻ്റെ പേര് ശശി താഴ്ത്തോൽ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതാണ് ഞാനിപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചത് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു മാജിക് കാണിക്കാം. അതിന് വേണ്ടി മോളൊന്നും മോള് പോയിട്ട് ആ ഇല ഉണ്ടാവും, ആ ഇല അത് പറിക്കുക. അടികൾ പോയാൽ മതി. ആ വലുത് കുട്ടാ, വലുത്. ഓക്കെ, വരൂ. ഓക്കെ, അങ്ങോട്ട് വന്നു. അപ്പോൾ മോള് ഇവിടുന്ന് നമ്മുടെ പൂപ്പലിൽ നിന്ന് തന്നെ ഒരു ഇല പറിച്ച് തന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മാജിക് കാണിക്കാൻ. പ്ലീസ് വാച്ച്. ഓക്കെ. മാജിക് ഇഷ്ടപ്പെട്ടാലും കൈ അടിച്ചോട്ടോ. ഞാൻ കുറച്ച് ഇല പറിച്ചിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ശരി. ഓക്കെ. അല്ല, ഞാൻ കുറച്ച് ഇല പറിച്ചുകൊണ്ട് വന്നാലോ എന്നുണ്ട്. ഓക്കെ. ഓക്കെ, എന്നാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നാം നമ്മുടെ മാജിക്. എന്തായാലും കുട്ടികൾക്ക് എന്തായാലും മാജിക് ഇഷ്ടം. അതെ, തീർച്ചയായിട്ടും. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം ശശി ചേട്ടാ. അതെ, എന്തായാലും നിങ്ങളെ കാണാനും നമ്മുടെ എങ്ങനെ ഇല്ല, അതില്ല പൈസ, അതല്ലേ നല്ലത്. ഇലയിലും നല്ല പൈസ തന്നെയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പൈസ തന്നെയാണ് നല്ലത്. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. മാജിക് ഒരു അത്ഭുത കാഴ്ച കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികളും അത് മാത്രമല്ല ഈ പൂപ്പല്ലി നഗരിയിൽ വെച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന എല്ലാവരും ഭാഗ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. കറക്റ്റ് സമയത്താണ് എത്തിപ്പെട്ടത്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആനപ്പാറ സ്കൂളിൽ? നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഒരുപാട് കുട്ടികൾ ഉള്ള ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് ചീരാൽ സ്കൂളിലായിരുന്നു. 3 സ്കൂളിലായിരുന്നു അന്നത്തെ പരിപാടി. 10ാം ക്ലാസ്, +1, +2 3 ബാച്ചായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിരുന്നു ക്ലാസ്. അത് മാത്രമല്ല, ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഈ നിലയിലാക്കിയത്. ഷരീഫിനൊന്നും ഒക്കെ എടുത്തു പറയേണ്ട ആൾ. കാരണം തന്നെ ഞാൻ എന്ന് മാജിക് തുടങ്ങി അന്ന് മുതൽ ഷരീഫും ഒക്കെ എന്നെ ഒപ്പം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അറിയപ്പെടുന്ന രീതിയിൽ വന്നിട്ടുള്ളതെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മാജിക്കിനൊപ്പം ഒരു നല്ല കർഷകനും കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ മാജിക് ഒരു കല കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ ഒരിക്കലും തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷേ നമ്മൾ പരമാവധി പ്രോഗ്രാമുള്ളതിനൊക്കെ പോകുന്നു. പിന്നെ ഗവൺമെന്റിന്റെ ബോധവൽക്കരണ പരിപാടികളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഈ ലഹരിക്കെതിരെ ഒരു പോരാട്ടം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ സ്കൂളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഒരാളെങ്കിലും മാറി കിട്ടിയാൽ നല്ലൊരു പുണ്യമായിരിക്കും. അതെ, അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ശശിയേട്ടനെ തേടിയെത്തട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ഓക്കെ, തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ, ശരി. അപ്പോ എന്തായാലും നമുക്കിവിടെ ഇത്രയും നേരം സപ്പോർട്ടായിട്ട്